നെഹ്റു ജീവിച്ചിരുന്നെങ്കിൽ ബാബറി മസ്ജിദ് പൊളിക്കില്ലായിരുന്നു എന്നാണ് വി ഡി സതീശൻ കേരള മുഖ്യമന്ത്രി പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാമക്ഷേത്രത്തിനെതിരെയാണ് വി ഡി സതീശന്റെ പ്രസ്താവന വന്നിരിക്കുന്നത്. നെഹ്റു ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ത്യക്ക് പല നഷ്ടങ്ങളും ഉണ്ടാവുമായിരുന്നില്ല എന്നാണ് സതീശൻ പറയുന്നത്. പക്ഷേ നെഹ്റു ഉണ്ടായിരുന്ന കാലം അത്രയും ഇന്ത്യക്ക് നഷ്ടങ്ങളുടെ ഘോഷയാത്രയായിരുന്നു. നെഹ്റു കാരണമാണ് ഈ രാജ്യം വിഭജിക്കപ്പെട്ടത്. നെഹ്റു കാരണം ഈ രാജ്യത്തിനുണ്ടായ നഷ്ടങ്ങൾ എത്രയാണെന്ന് ആലോചിച്ചാൽ തന്നെ അതിന് അന്തമില്ല എന്നുള്ളതാണ്. സാറിന് എന്താണ് ഈ പറയുന്ന വി ഡി സതീശന്റെ അഭിപ്രായ പ്രകടനത്തോട് തോന്നുന്നത്? അതിൽ അത് കൃത്യമായിട്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ അടിമകളാണ് ഇവിടെ പല കോൺഗ്രസ്സിൽ പല നേതാക്കന്മാരും. അപ്പോൾ ഈ അടിമകളുടെയൊക്കെ പണി ഇവരെല്ലാവരും മറ്റേ പാണൻ്റെ പാട്ടുകൾ പാടിക്കൊണ്ടിരിക്കുകയാണ്. സത്യസന്ധമായിട്ട് നമ്മൾ നോക്കിയാൽ നെഹ്റു എന്ന് പറയുന്ന മനുഷ്യൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയതാണ് ഇന്ത്യക്ക് ഏറ്റിട്ടുള്ള ഏറ്റവും വലിയ ശാപം. ശരിക്കതാണത്, വലിയ പതനം ശരിക്കതാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിലെ മന്ത്രിസഭ 1946 സെപ്റ്റംബർ മാസം 2-ാം തീയതിയാണ് അദ്ദേഹത്തിൻ്റെ ഇടക്കാല മന്ത്രിസഭാ അധികാരത്തിലേക്കുന്നത്. കേരളത്തിൽ പുനഃപ്രവേശന സമര സമയത്താണ്. അങ്ങനെയാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാരൻ പറയട്ടെ, ഗാന്ധി ഈ പറയുന്ന നെഹ്റു ആണ് അതിൻ്റെ പുരോഗമനവാദി എന്നുള്ളത് ഒന്ന് ഇവർ തെളിച്ചു പറയട്ടെ. അതൊന്ന്. അത് കഴിഞ്ഞിട്ട് ഏകദേശം 1948 അവിടെ പാകിസ്ഥാൻ ഇന്ത്യയിൽ കയറി ആക്രമിക്കുക. ഇന്ത്യയിൽ കയറി പാകിസ്ഥാൻ കയറിയിട്ട് ആക്രമിക്കുക, ഇന്ത്യയുടെ ഒരു ഭാഗം പിടിച്ചെടുക്കുക. ഈ പറയുന്ന സമയത്ത് ഇയാളുടെ പണി എന്തായിരുന്നു? അന്നത്തെ പ്രധാനമന്ത്രി ആ സമയത്ത് ഉറങ്ങുകയായിരുന്നു. പ്രധാനമന്ത്രി വിഷയം പരിശോധിച്ചില്ല. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ POK എന്ന് പറയുന്ന പാക് ഒക്യുപ്പൈഡ് കാശ്മീർ എന്ന് പറയുന്ന ഭൂമി ഉണ്ടാകുന്നത്. അങ്ങനെയാണ്. ഇത് വെച്ചാൽ അവിടെയുള്ള ജനങ്ങളുടെ വികാരങ്ങളെ കണക്കിലെടുക്കാതെ കണ്ട് സ്വന്തമായിട്ടുള്ള സ്വാർത്ഥപരമായിരിക്കുന്ന താല്പര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത ആളാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. അതൊന്ന്. മറ്റൊരു വസ്തുതകളുണ്ട്. ഈ മന്ത്രിസഭയിൽ കഴിവുള്ള ഒരുപാട് മന്ത്രിമാരുണ്ടായിരുന്നു. BR അംബേദ്കർ ഉണ്ടായിരുന്നു, ആചാര്യ കൃപലാനി ഉണ്ടായിരുന്നു, ശ്യാം പ്രസാദ് മുഖർജി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ജോൺ മത്തായി ഉണ്ടായിരുന്നു. ഈ പറയുന്ന മന്ത്രിമാരൊക്കെ എന്താ രാജിവെക്കാനുള്ള കാരണം? എന്താ? ഇവരെയൊക്കെ രാജിവെക്കാനുള്ള കാരണം ഈ നെഹ്റുവിൻ്റെ മന്ത്രിസഭയുടെ സവിശേഷത, നെഹ്റുവായിട്ട് ആർക്കും പൊരുത്തപ്പെട്ടു പോകാൻ പറ്റില്ല. നെഹ്റുവിന് നിക്ഷിപ്തമായുള്ള താല്പര്യങ്ങളുണ്ട്. അംബേദ്കർ രാജിവെച്ചത് ഹിന്ദു കോഡ് കൊണ്ടുവന്നതിൻ്റെ പേരിലാണ്. ഇദ്ദേഹം ശ്യാം പ്രസാദ് മുഖർജി രാജിവെച്ചത് വ്യവസായ നടപടികളെ സംബന്ധിക്കുന്ന വിരുദ്ധമായിട്ടുള്ള അഭിപ്രായം കൊണ്ടാണ്, ഹിന്ദുക്കളോടുള്ള തെറ്റായിട്ടുള്ള സമീപനം കൊണ്ടാണ്. അദ്ദേഹം അത് കഴിഞ്ഞ് രാജിവെച്ചതിന് ശേഷമാണ് അഖില ഭാരതീയ ജനസംഘം ആരംഭിക്കുന്നത്. അങ്ങനെയാണ്. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് നെഹ്റു എന്ന് പറയുന്ന മനുഷ്യൻ ഈ നാടിന് വരുത്തി വച്ചിരിക്കുന്ന വിനകൾ വളരെ കൂടുതലാണ്. ഈ വിനകൾ തുടരുമെന്നാണോ കേരളത്തിൽ മുഖ്യമന്ത്രി പറയുന്നത്? എനിക്ക് സത്യത്തിൽ മനസ്സിലാവുന്നില്ല. ഞാൻ വേറൊന്നും കൂടി സംശയം ചോദിക്കട്ടെ കോൺഗ്രസ്സുകാരോട്. 1958 തുടങ്ങിയിട്ട് 61 വരെയുള്ള 3 വർഷക്കാലമാണ് ചൈനയിൽ ആർട്ടിഫിഷ്യൽ സ്റ്റാർവേഷൻ ഉണ്ടായി. 5.5 കോടി ജനങ്ങളെയാണ് ചൈനയിൽ മാവോ സേത്തുങ്ങിൻ്റെ സർക്കാർ അതിഭീകരമായി ഭക്ഷണം കൊടുക്കാതെ കണ്ട് കേന്ദ്ര കലവറകൾ, ഭക്ഷ്യ സംസ്കരണ കേന്ദ്രങ്ങൾ അടച്ചു പൂട്ടിക്കൊണ്ട് അവിടെ ഇട്ട് കൊന്നത്. 5.5 കോടി ജനങ്ങളെ. ഇത് ചരിത്രത്തിൻ്റെ ഭാഗമാണത്. അവിടെ നെഹ്റു പോയല്ലോ. 1959 നെഹ്റു പോയത്. ഈ നെഹ്റു പോയ സമയത്ത് നെഹ്റു ഇവർ അറിഞ്ഞില്ല. നമ്മൾ ആലോചിച്ച് നോക്കും, ഒരു നാട് സന്ദർശിക്കുന്ന ഒരാൾക്ക് ആ നാട്ടിലുള്ള 5.5 കോടി ജനങ്ങൾ മരിക്കുന്ന വിവരം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അറിഞ്ഞിട്ടില്ല. അത്ര അറിയാനും ബുദ്ധിയേക്കുള്ളൂ. ഈ പറയുന്ന മനുഷ്യന്റെ ബുദ്ധി എന്ന് പറയുന്നത് ഒരിക്കലും നാടിന്റെ ശ്രേയസ് മുൻനിർത്തിക്കൊണ്ടായിരുന്നില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ അദ്ദേഹം ഇവരെ അറിയുമായിരുന്നുള്ള മാത്രമല്ല, അവിടെ പോയിട്ട് പുള്ളി പഞ്ചശീല തത്വങ്ങളാണ് ഒപ്പിട്ടത്. 5 തത്വങ്ങൾ. എന്തൊക്കെയാ തത്വങ്ങൾ? ഞാൻ തത്വങ്ങളെ കുറിച്ച് പറയുന്നില്ല. ഇന്ത്യയുമായിട്ടൊരു ഒരു ഉടമ്പടി, ഇന്ത്യയും ചൈനയുമായിട്ടൊരു ഉടമ്പടി ഉണ്ടാക്കുകയാണ്. നമ്മൾ പരസ്പരം ആക്രമിക്കില്ല, പരസ്പരം സഹായിക്കും, സാമ്പത്തിക കാര്യങ്ങൾ സഹായിക്കും, സാമൂഹ്യ വിഷയങ്ങളിൽ നമ്മൾ ഒത്തുചേർന്ന് മുന്നോട്ട് പോകും. ഇത്യാദി കാര്യങ്ങളെ വെച്ച്, പഞ്ചശീല തത്വങ്ങളെ വെച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു ഉടമ്പടി ഉണ്ടാക്കിയിട്ട് ഇന്ത്യയിൽ റോഡും തുടങ്ങി. ആ റോഡിന്റെ പേരെന്താ? പഞ്ചശീൽ മാർഗ്. ഇങ്ങനെ കാണിക്കുന്ന ആളാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. ഈ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇല്ലായിരുന്നുവെങ്കിൽ 1962 ചൈന ഇന്ത്യ ആക്രമിക്കില്ല. അതിനെനിക്കൊരു തെളിവ് പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ആ സമയത്ത് ചൈന ഇന്ത്യയെ ആക്രമിക്കാനുള്ള കാരണം ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ സ്റ്റാർവേഷന്റെ ഭാഗമായിട്ട് 5.5 കോടി ജനങ്ങൾ ചൈനയിൽ മരിച്ച സമയത്ത് അത്യന്തം വേദന പൂണ്ട ചൈനയിലെ ജനങ്ങൾ അവിടുത്തെ ചൈനീസ് സർക്കാരിനെതിരായിട്ട് തിരിഞ്ഞു. ആ ചൈനീസ് സർക്കാരിനെതിരായിട്ട് തിരിഞ്ഞ ജനങ്ങളുടെ ജനവികാരത്തെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട്, ജനരോഷത്തെ പൂർണ്ണമായിട്ട് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് 1962 ചൈന ഇന്ത്യ ആക്രമിക്കുന്നത്. ആ സമയത്താണല്ലോ ഇന്ത്യയിലെ മഹാനായിരിക്കുന്ന EMSന്റെ പ്രസ്താവന ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ എന്ന് ചൈനയുടെ എന്നും പറയുന്ന ഭാഗത്താണ് യുദ്ധം നടക്കുന്നത് എന്നാണ് EMSന്റെ പ്രസ്താവന ഉണ്ടായിരുന്നത്. ഈ EMSും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവൊക്കെ ഒരേ ഇതിലുള്ള നുകത്തിൽ കെട്ടാവുന്ന കാളകളാണ്. ഒരേ സ്വഭാവമാണ് രണ്ടുപേരെ സംബന്ധിച്ചും. ഈ രണ്ടുപേരെ സംബന്ധിച്ചും ഭാരതീയമായിരിക്കുന്ന ഇന്ത്യയുടെ
താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ യാതൊരു ബാധ്യത ഉണ്ടായിരുന്നില്ല. ഇപ്പം നിങ്ങൾ നെഹ്റുവിനെ കുറിച്ച് ആലോചിച്ച് നോക്ക്. നെഹ്റു ഉണ്ടായിരുന്നെങ്കിൽ മഹാത്മാഗാന്ധി മരിക്കുമോ? ഇല്ലായിരുന്നെങ്കിൽ നെഹ്റുവിന് ഞാൻ പറയുന്നില്ല, കോൺഗ്രസ് പ്രസ്ഥാനത്തിന് മഹാത്മാഗാന്ധിയുടെ വധത്തിൽ വലിയ പങ്കുണ്ട്. അത് ഇവർ കുറച്ച് കാണിക്കേണ്ട ആവശ്യമില്ല. അതിന് ഏറ്റവും കൂടുതൽ ഞാനിപ്പോൾ പറഞ്ഞാൽ 1948 ജനുവരി മാസം 30 വൈകുന്നേരം 4:30 മണിക്ക് മഹാത്മാഗാന്ധി കൊല ചെയ്യപ്പെടുന്ന നാഥുറാം വിനായക് ഗോഡ്സെയാണ് കൊല്ലുന്നത്. ഈ പറയുന്ന ഗോഡ്സെ എന്ന് പറയുന്ന ആൾ RSS ആണെന്ന് പ്രസ്താവന ഇറക്കുന്നത് 7 മണിയുടെ റേഡിയോയിൽ കൂടി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ്. ഈ നെഹ്റു എന്തറിഞ്ഞിട്ടാ പറഞ്ഞേ? ഇത് നെഹ്റുവിന്റെ അജണ്ടയാണിത്. ഈ പറയുന്ന മഹാത്മാഗാന്ധിയെ കുറിക്കുന്ന, മഹാത്മാഗാന്ധിക്കെതിരാണ് ഈ പുള്ളി. നെഹ്റു ഗാന്ധിക്കെതിരാണ്. ഗാന്ധിയൻ നടപടികൾ തകർക്കുന്ന ആളാണ് നെഹ്റു. സർ, അതിനു മുമ്പ് 2 തവണ ഗാന്ധിജിക്ക് നേരെ വധശ്രമം ഉണ്ടായി. അതെല്ലാം അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു അറിഞ്ഞതുമാണ്. എന്നിട്ടും എന്തുകൊണ്ട് സുരക്ഷ ഒരുക്കിയില്ല? ഇത്തരം നീക്കങ്ങൾ ഉണ്ടാവുമെങ്കിൽ തടയാൻ പോലും ശ്രമിച്ചില്ല. അല്ല, അതിൽ ഏറ്റവും വലിയ സംഭവമാണ് 1948 ജനുവരി മാസം 20 ഇതേ ബിർള ഹൗസിലാണ് സംഭവം ഉണ്ടായത്. അവിടെ വെച്ചിട്ടാണ് ഇവരൊക്കെ കൂടി അവിടെ വെച്ചിട്ട് മഹാത്മാഗാന്ധിയെ കൊല്ലാൻ ശ്രമം നടത്തി. ആ ശ്രമം പരാജയപ്പെട്ടു. അതിൽ ചില ആളുകളേക്ക് അറസ്റ്റ് ചെയ്തു. നാഥുറാം വിനായക് ഗോഡ്സെ പോലീസ് അറസ്റ്റ് ഇല്ല എന്നുള്ളത് മാത്രമല്ല, 1948 ജനുവരി മാസം 28 3 മുറി അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. ഈ 3 മുറിയിൽ ആരൊക്കെ താമസിക്കുന്നത് പോലീസിന് അറിഞ്ഞുകൂടാ. അത് നെഹ്റുവിന് അറിയില്ല. അത് കോൺഗ്രസ് പ്രസ്ഥാനത്തിന് അറിയില്ല. കോൺഗ്രസ് പ്രസ്ഥാനം നിന്ന് സത്യസന്ധമായിട്ട് പറയട്ടെ, ഇങ്ങനെ മുറി കൊടുത്തിരുന്നില്ലേ? അതിനുശേഷം ആ മുറി താമസിച്ചിരുന്ന ആളുകളല്ലേ നാഥുറാം വിനായക് ഗോഡ്സെ അടക്കമുള്ള ആളുകൾ. അവര് വിടുവിച്ചിട്ടില്ലേ ഇദ്ദേഹം മരിക്കുന്നത്? ഇത്യാദി വിഷയങ്ങളുണ്ട്. ഇത് മാത്രമല്ല, നേതാജിയുടെ മരണം വലിയ വിഷയമാണ്. നേതാജിയുടെ മരണ സമയത്ത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഒരു വലിയ കത്തയക്കുന്നുണ്ട് അവിടെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിക്ക്. നിങ്ങളുടെ നാടിനെ നശിപ്പിക്കാൻ വന്ന ആള് ഇപ്പൊ ബ്രിട്ടനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, എത്രയും വേഗം കസ്റ്റഡിയിൽ എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് കൊടുക്കുന്ന ഇദ്ദേഹമാണ്. ഇന്ന് മാത്രമല്ല, ഇദ്ദേഹം വേറെ ചതിയും നടത്തിയിട്ടുണ്ട്. 1938 38-39 സമയത്ത് നേതാജി സുഭാഷ് ചന്ദ്രബോസ് 2ാമത് പാർട്ടി അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നു. ആ സമയത്ത് നെഹ്റുവാണ് ഇദ്ദേഹത്തിന് പിന്തുണ കൊടുക്കുന്നതെന്നാ പറഞ്ഞത്. സത്യത്തിൽ നെഹ്റുവിന്റെ ചതിയായിരുന്നു അത്. നെഹ്റുവിന്റെ ഉദ്ദേശം പ്രധാനമായിട്ട് നെഹ്റു ആ കാലത്തുണ്ടായിരുന്ന കോൺഗ്രസിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും ഇദ്ദേഹത്തിന് നേതാജി സുഭാഷ് ചന്ദ്രബോസിനെതിരായിട്ട് തിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഒരിക്കൽ ലാസ്റ്റ് തിരിച്ച് അദ്ദേഹം സെക്കൻഡ് വേൾഡ് വാറിന്റെ ഭാഗമായിട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് നേതാജി സുഭാഷ് ചന്ദ്രബോസ് നെഹ്റുവിനെ കാണാൻ ശ്രമിക്കുന്നുണ്ട്. നെഹ്റു കാണാൻ വേണ്ടി കൂട്ടാക്കിയിട്ടില്ല. ഇത് ചരിത്രത്തിന്റെ ഭാഗമാണ്. എന്ന് മാത്രമല്ല, മഹാത്മാഗാന്ധി ഉപവാസം അനുഷ്ഠിച്ചത് 55 കോടി റുപ്യ പാകിസ്ഥാന് കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് നെഹ്റു പറഞ്ഞു പരത്തി. ഇത് സത്യസന്ധമായിരുന്നില്ല. ഈ പണം കൊടുക്കാൻ നെഹ്റു നേരത്തെ തീരുമാനിച്ചിരുന്നു. അതിന് തെളിവെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 1948 ജനുവരി മാസം 12 ഇദ്ദേഹം 11 ഇദ്ദേഹം ഉപവാസം അനുഷ്ഠിക്കാൻ തുടങ്ങുന്നത്. ഇദ്ദേഹത്തെ വന്നു കണ്ട 10 വന്നു കണ്ട മുസ്ലിം നേതാക്കന്മാരോട് അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ ധാരാളമായി ഹിന്ദുക്കളെ ഉപദ്രവിക്കുന്നതിന് പഞ്ചാബ് ഭാഗത്ത് എന്ന് മഹാത്മാഗാന്ധി മുസ്ലിം നേതാക്കന്മാരോട് പറയുന്നു. ഇത് തിരിച്ചറിഞ്ഞ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന കുശാഗ്ര ബുദ്ധിയായിട്ടുള്ള രാഷ്ട്രീയക്കാരൻ, മൗണ്ട് ബാറ്റൻ പ്രഭുവിന്റെ ഉറ്റ സഹചാരി, ഈ മനുഷ്യൻ ചെയ്യുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 13 പണം 55 കോടി റുപ്യ കൊടുക്കുകയാണ്. ഇതൊക്കെ തെളിവുകളാണത്. പക്ഷേ മഹാത്മാഗാന്ധി അദ്ദേഹത്തിന്റെ ഉപവാസം അവസാനിപ്പിക്കുന്നത് ജനുവരി മാസം 18 20 അതേ മഹാത്മാഗാന്ധി കൊല്ലാനുള്ള പരിശ്രമം നടത്തി. പിന്നെ നമുക്കറിയാം സോമനാഥ ക്ഷേത്രത്തിന്റെ വിഷയമാണ്. സോമനാഥ ക്ഷേത്രം പുനരുദ്ധരിക്കുന്നത് ഭാരതീയ തത്വസംഹിതകൾക്കനുസൃതമായിട്ട് ഭാരതത്തിന് അനിവാര്യമാണെന്ന് അന്നത്തെ ഇന്ത്യൻ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് പറഞ്ഞു. അദ്ദേഹം അതിനകത്ത് പങ്കെടുത്തു, അതിന് സഹായിക്കാൻ തീരുമാനിച്ചു. നെഹ്റു പറഞ്ഞു, ഞാനൊരു മതേതരവാദിയാണ്, ഞാൻ ഇതിനകത്ത് പങ്കെടുക്കില്ല. അവിടെയാണ് കേരള മുഖ്യമന്ത്രിയുടെ പ്രസ്താവന. കാരണം ഇയാൾ മതേതരവാദിയാണ് നെഹ്റു എങ്കിൽ, മതേതരവാദി ഹൈന്ദവ ക്ഷേത്രങ്ങൾ തകർക്കുന്നതിന് കൂട്ടുനിൽക്കുന്ന ആള്, അതിനെ സംരക്ഷിക്കുന്നതിന് എതിർക്കുന്ന ആള്. അങ്ങനെ എതിർക്കുന്ന കാര്യത്തിൽ നെഹ്റു ഉണ്ടാകുമായിരുന്നു. പക്ഷെ ഒന്ന് മനസ്സിലാക്കേണ്ടത്, കേരള മുഖ്യമന്ത്രി മനസ്സിലാക്കേണ്ടത്, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അല്ല, അദ്ദേഹത്തിന്റെ അച്ഛനായിരുന്ന മോത്തിലാൽ നെഹ്റു കൂടി ഉണ്ടായിരുന്നു എന്നിരിക്കട്ടെ. എന്നാൽ പോലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകും. കാരണം ഭാരതത്തിലെ ഹൈന്ദവ ജനത ഇന്ന് സംഘടിതരാണ്, അവരതിശക്തരാണ്. ശക്തമായ രീതിയിൽ അവർ പ്രതികരിക്കും. ഏത് സർക്കാരുകൾ നടപടിയെടുത്താലും, അന്ന് മുലായം സിംഗ് യാദവിന്റെ മന്ത്രിസഭയൊക്കെ ഉണ്ടായിരുന്നല്ലോ. മുലായം സിംഗ് യാദവ് ഞങ്ങൾ എല്ലാവരും ഇത് ഇപ്പൊ ആനയാക്കെന്നൊക്കെ പറഞ്ഞല്ലോ. എന്നിട്ട് എന്താ കർസേവ് കഴിഞ്ഞപ്പോൾ ഉണ്ടായത്? ഈ തരം സംഭവങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് സർക്കാരിന്റെ പിന്തുണ ആവശ്യമില്ല. അത് നെഹ്റു അല്ല, മോത്തിലാൽ നെഹ്റു അല്ല, ആരെല്ലാം ജീവിച്ചിരുന്നാലും
സംഭവിക്കേണ്ട കാര്യങ്ങൾ അനാചാരപരമായിരിക്കുന്ന ഈ രാഷ്ട്രവിരുദ്ധമായിരിക്കുന്ന ഒരു വിവാദ മന്ദിരമുണ്ടെങ്കിൽ അത് തകർക്കുവാൻ ഭാരതത്തിലെ ഹൈന്ദവ ജനങ്ങൾക്ക് കരുത്തുണ്ട്. ആ കരുത്തിൻ്റെ ലക്ഷണമാണ് അയോധ്യയിൽ 1992 ഡിസംബർ മാസം 6-ാം തീയതി അരങ്ങേറിയത്. അതുകൊണ്ട് ഇദ്ദേഹം ജീവിച്ചിരുന്നാൽ ഇല്ലെങ്കിലും ഇന്ത്യയിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്നാണ് ഈ വിഷയത്തിൽ എൻ്റെ അനുമാനം. അതായത് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയോടുകൂടി അധികാരത്തിലേക്ക് വന്ന സതീശൻ ഇടയ്ക്കിടയ്ക്ക് ശ്രീരാമനെ ചീത്ത വിളിച്ചില്ലെങ്കിൽ, ഇടയ്ക്കിടയ്ക്ക് അയോധ്യയെ നാല് പറഞ്ഞില്ലെങ്കിൽ, ഇടയ്ക്കിടയ്ക്ക് സംഘപരിവാറിനെ എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ, RSSന്റെ സ്വയം സേവകരെ ചീത്ത വിളിച്ചില്ലെങ്കിൽ ഒന്നും സമാധാനമായിട്ട് ആ സ്ഥാനത്ത് തുടർന്നു പോകാനാവില്ല എന്നുള്ളതല്ലേ ഇതിൽ കൂടെ തെളിയുന്നത്? അല്ല, അത് തീർച്ചയാണ്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ശ്രീമാൻ VD സതീശനോ അല്ലെങ്കിൽ KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തലയ്ക്കോ വ്യാപകമായിട്ട് സംഘവിരുദ്ധ പ്രചരണം നടത്തിക്കോട്ടെ. ആർക്ക് യാതൊരു തർക്കമൊന്നുമില്ല. അതിനകത്ത് പുല്ല് വിലയാണ് സംഘപ്രസ്ഥാനങ്ങൾ കൊടുക്കുക. അവരിതിനെ മൈൻഡ് ചെയ്യുന്ന പ്രശ്നമില്ല. പക്ഷെ ശ്രീരാമനെ അപമാനിക്കണോ ഇവര്? ശ്രീരാമനെതിരായിട്ട് ഈ ക്ഷേത്രം ഉണ്ടാവാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറയേണ്ടത് എന്തിനാണ്? ആർക്ക് വേണമെങ്കിൽ എന്ത് പൊട്ടത്തരം വേണമെങ്കിലും പറയാനുള്ള സ്വാതന്ത്ര്യം ഭാരതത്തിലുണ്ടല്ലോ. നമ്മുടെ ഒരുപക്ഷെ നമ്മളുടെ അഭിപ്രായ സ്വാതന്ത്ര്യ സംവിധാനം വെച്ചുകൊണ്ട് പറയാനുള്ള അധികാരമുണ്ട്, പറഞ്ഞോട്ടെ. പക്ഷെ ഇവിടെ ആരും ഗൗരവമായിട്ട് എടുക്കുന്നില്ല. ഈ പറയുന്ന ഒരു പ്രസ്താവന എന്നുള്ളതിൽ കവിഞ്ഞ് ഇതിന് യാതൊരു പ്രാധാന്യവും ഭാരതത്തിലെ ഹൈന്ദവ ജനത കൊടുക്കുന്നില്ലെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിവുപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ N നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.